ഷിംല കരാർ റദ്ദാക്കുന്നു എന്ന് പാകിസ്ഥാൻ അറിയിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2021 ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പിട്ട ഒരു കരാറാണ് വെടിനിർത്തൽ കരാർ അതിർത്തിയിൽ. ഇത് പക്ഷേ പലപ്പോഴും പാകിസ്ഥാൻ ലംഘിക്കാറുണ്ട്. ഇന്ന് പുലർച്ചെയും അത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് അതിർത്തിയുമില്ല, ഒപ്പം തന്നെ വെടിനിർത്തലുമില്ല. അതുകൊണ്ട് അതിർത്തി കടന്നും ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ഈ പൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നാണ് അവിടുത്തെ മന്ത്രി തന്നെ പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇനി ആണവ ആയുധങ്ങൾ ഒരു നിയന്ത്രണവും ഉണ്ടായില്ല, അത് സംബന്ധിച്ച് യാതൊരു കരാറും ഉണ്ടായില്ല. ബാലിസ്റ്റിക് മിസൈലുകളും മറ്റുമൊക്കെ നിർമ്മിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും ഇനി ഇന്ത്യയോ ആയിട്ട് യാതൊരുവിധ ഉടമ്പടികളും ഉണ്ടാകില്ല എന്നുകൂടി പറയുമ്പോൾ ഏതാണ്ട് സംഘർഷം യുദ്ധത്തിന്റെ പക്കിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കരസേനാ മേധാവി ജമ്മു കാശ്മീരിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ള വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് വരുത്തിയിരിക്കുന്നു. UK, USA, ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇസ്രായേൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളെയാണ്, ഏതാണ്ട് 40 അധികം രാജ്യങ്ങളുടെ പ്രതിനിധികളെയാണ് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഇവരോട് കാര്യങ്ങൾ വിശദീകരിക്കും. അതിനർത്ഥം ഇന്ത്യ ഒരു ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നു. അതിനു മുമ്പ് വിദേശ രാജ്യങ്ങൾക്ക്, തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് അത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ്, എന്താണ് രാജ്യത്തിൻ്റെ നിലപാട് എന്നും അറിയിക്കുന്നതിനായിട്ടാണ് വിളിച്ചു വരുത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാജ്യം ഉടനടി ശക്തമായ ഒരു നടപടികളിലേക്ക് കടക്കുന്നു. കാരണം ഇപ്പോൾ ഇന്നോ അല്പസമയം കഴിയുമ്പോൾ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള പാകിസ്ഥാനികൾക്ക് 27-ാം തീയതി വരെ ഈ രാജ്യം വിടാനുള്ള സമയം ഉണ്ട്. ഇന്ന് 25-ആണ്, ഏതാണ്ട് 2 ദിവസം കൂടി അതിനുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഈ മെഡിക്കൽ വിസയിൽ വന്നവരും സ്റ്റുഡൻസ് വിസയിൽ വന്നവരും വ്യാപാരികളായ ചിലരുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ 25-ഉം 27-ഉം 2 ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അടക്കം ഈ പാകിസ്ഥാനിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. അവരെല്ലാം കടന്നു പോകുന്ന ഒരു ടൈം ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കാം ഒരു വലിയ ആക്രമണത്തിലേക്ക്. ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളും വിവിധ ഏജൻസികൾ നൽകുന്ന വാർത്തയും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യ പഴയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ എയർ സ്ട്രൈക്കോ ആയിരിക്കില്ല, അതിശക്തമായ ഒരു ആക്രമണമായിരിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുൻപെങ്ങും കാണാത്ത വിധം, നമ്മൾ മുമ്പ് സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും ഒക്കെ നടത്തുന്ന സമയത്ത് ഇതുപോലെ വിദേശ പ്രതിനിധികളെ ഒന്നും വിളിച്ചു വരുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരെ വിളിച്ചു വരുത്തി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഇപ്പോൾ രാജ്യത്ത് ഉള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.